ആലത്തൂരിൽ സിറ്റിംഗ് എംപി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി ഒന്നാമതെത്തി LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുപാടി ജയിച്ച മണ്ഡലമാണ് ഇത്തവണ കെ രാധാകൃഷ്ണനൊപ്പം ചേർന്നത്. ഹലോ DC 20,143 വോട്ടുകൾ ഭൂരിപക്ഷം നേടിയാണ് കെ രാധാകൃഷ്ണന്റെ വിജയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലത്തൂർ മണ്ഡലത്തിൽ വിജയമുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമായി തന്നെ വിജയിച്ചത് അവസാനമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. എൻ്റെ അടിസ്ഥാനത്തിൽ കൗണ്ടിംഗ് സ്റ്റേറ്റിലേക്ക് പോകുകയാണ്. ഫൈനലായിട്ട് അവിടെ നിന്നാണ് ഡിക്ലെയർ ചെയ്തത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതുന്നത്. എന്നാൽ ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടത്. എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഈ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നീട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. കേരളത്തിൻ്റെ ഒരു മികച്ച മന്ത്രിനെ അല്ലാതെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നോട് തെരഞ്ഞെടുത്ത സമയത്ത് തന്നെ ചോദിച്ച കാര്യമാണ്. കേരളത്തിലെ മന്ത്രി പാർട്ടി തീരുമാനിച്ചാണ്, ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത്. ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ വേണം, അതിനുവേണ്ടിയാണ് സ്ഥാനാർത്ഥി കഴിയുന്നത്. ആ കാര്യം ഇവിടെ ഒരിക്കലും ഇടമില്ലാതിരുന്നൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ തൃശ്ശൂരിൽ ഒരു സീറ്റിൽ BJP വിജയിക്കുകയും ചെയ്തു. നമ്മളാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ദേശീയ തലത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഒരു സന്നിധാവസ്ഥയിൽ ഇപ്പം നിൽക്കുകയാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയം. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും NDA ഗവൺമെൻറ് വീണ്ടും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും അതുപോലെ മനുഷ്യൻ്റെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ഇന്ത്യൻ ജനത ഏറെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിലെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 2019 5,33,815 വോട്ട് നേടിയാണ് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയത്. CPIM സ്ഥാനാർത്ഥി PK ബിജു അന്ന് നേടിയത് 3,74,847 വോട്ടുകളാണ്. 1,58,968 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രമ്യ ഹരിദാസിന്റെ കയ്യിൽ നിന്നാണ് ആലത്തൂർ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. NCV ന്യൂസ് തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.